പോളിംഗ് അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോൾ ദേവികുളം മണ്ഡലത്തിലെ വിവിധ പോളിംഗ് ബൂത്തുകളിലും തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യമാണ്. രാവിലെ പോളിംഗ് ബൂത്തുകളിൽ തിരക്ക് അനുഭവപ്പെട്ടിരുന്നുവെങ്കിലും ഉച്ചയോടടുത്ത സമയത്ത് പോളിംഗ് മന്ദഗതിയിലേക്ക് മാറി. അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോൾ വോട്ടർമാർ കൂടുതലായി വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്ന കാഴ്ച ഒട്ടുമിക്ക പോളിംഗ് ബൂത്തുകളിലുമുണ്ട്. LDF, UDF, NDA മുന്നണികൾ ദേവികുളം മണ്ഡലത്തിൽ തികഞ്ഞ വിജയപ്രതീക്ഷയും വച്ചു പുലർത്തുന്നുണ്ട്. അഖിൽ രാമചന്ദ്രൻ ചേരുന്നു. അഖിൽ, വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് ദേവികുളം മണ്ഡലത്തിന്റെ ഒരു ചിത്രം എങ്ങനെയാണ്? ഇടങ്ങളിലെന്ന പോലെ ദേവികുളം നിയോജക മണ്ഡലത്തിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് അവസാന മണിക്കൂറിലേക്ക് കടക്കുകയാണ്. ഇനി 2 മണിക്കൂർ സമയം മാത്രമാണ് വോട്ടെടുപ്പിൻ്റെ സമയം അവശേഷിക്കുന്നത്. വൈകിട്ട് 6 മണിയോടുകൂടി വോട്ടെടുപ്പിൻ്റെ സമയം അവസാനിക്കും. ഈ ഒരു ഘട്ടത്തിൽ സമ്മതിദായകർ അല്ലെങ്കിൽ വോട്ട് ചെയ്യാനായിട്ട് ആളുകൾ കൂടുതലായി പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്ന ഒരു കാഴ്ച നമ്മളിപ്പോൾ ഈ ദേവികുളം മണ്ഡലത്തിൻ്റെ വിവിധയിടങ്ങളിൽ കാണുന്നുണ്ട്. ആദിവാസി മേഖലയിലായാലും തോട്ടം മേഖലയിലായാലും കാർഷിക മേഖലയിലായാലും രാവിലെ മുതൽ തന്നെ ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് വോട്ട് രേഖപ്പെടുത്താനായി എത്തിയിരുന്നു. രാവിലെ ഒട്ടുമിക്ക പോളിംഗ് സ്റ്റേഷനുകളിലും ഭേദപ്പെട്ട ഒരു തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. പിന്നീട് പതിയെ തിരക്ക് കുറയുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് പലയിടങ്ങളിലും കാണാൻ കഴിഞ്ഞത്. പകൽ സമയത്ത് ചൂട്, പൊടി, ഈ വക കാര്യങ്ങളൊക്കെ ഈ പോളിങ്ങിനെയും വോട്ട് രേഖപ്പെടുത്തുന്നതിനൊക്കെ ബാധിച്ചിട്ടുണ്ട്. പകൽ സമയത്ത് പോളിംഗ് കുറവായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ വൈകുന്നേരത്തോടടുക്കുന്ന ഈ ഒരു സമയത്താണ് വീണ്ടും പോളിങ്ങിൻ്റെ ഒരു ശതമാനം വർദ്ധിച്ചിട്ടുണ്ട്. ഒട്ടുമിക്ക പോളിംഗ് ബൂത്തുകളിലും വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്ന ആളുകളുടെ ഒരു തിരക്ക് വർദ്ധിച്ചിട്ടുള്ള ഒരു സാഹചര്യം ദേവികുളം മണ്ഡലത്തിൻ്റെ വിവിധ ഇടങ്ങളിലെ പോളിംഗ് സ്റ്റേഷനുകളിൽ കാണാൻ കഴിയുന്നുണ്ട്. നമുക്കറിയാം, ഈ ദേവികുളം മണ്ഡലം എന്ന് പറയുന്നത് തോട്ടം മേഖലയും അതുപോലെ കാർഷിക മേഖലയും ആദിവാസി ഇടങ്ങളും ഒക്കെ ചേരുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ 3 മുന്നണികൾക്കും വലിയ പ്രതീക്ഷയുള്ള ഒരു പ്രദേശം കൂടിയാണ് ദേവികുളം മണ്ഡലം. ഈ ദേവികുളം മണ്ഡലത്തിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതൽ, പ്രചാരണം ആരംഭിച്ച ഘട്ടം മുതൽ 3 മുന്നണികളും നാടിളക്കിയുള്ള വലിയ ആവേശത്തോടെയുള്ള ആഘോഷപൂർവ്വമായ ഒരു പ്രചാരണമായിരുന്നു നടത്തിയിരുന്നത്. ആ ഒരു നാടിളക്കിയുള്ള പ്രചാരണം വോട്ടായി മാറുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് 3 മുന്നണികളും മുമ്പോട്ട് വയ്ക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളിൽ ഭരണം പിടിക്കാമെന്ന ഒരു പ്രതീക്ഷ ഇടത് വലത് മുന്നണികളും അതുപോലെ NDAയും അവർ വെച്ചു പുലർത്തുന്നുണ്ട്. മണ്ഡലത്തിലെ ആകെ കണക്കുകളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ദേവികുളം മണ്ഡലത്തിൽ 2 ബ്ലോക്ക് പഞ്ചായത്തുകളും 10ലധികം പഞ്ചായത്തുകളും 4 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളുമാണ് ദേവികുളം നിയോജക മണ്ഡലത്തിലുള്ളത്. 4 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ അടിമാലി, വെള്ളത്തൂവൽ, ദേവികുളം, മൂന്നാർ ഈ 4 ഡിവിഷനുകളാണ് ജില്ലാ പഞ്ചായത്തുകളായി ഉള്ളത്. ഇതിൽ അടിമാലി ഡിവിഷൻ നിലവിൽ UDFൻ്റെ സിറ്റിംഗ് ഡിവിഷനാണ്. അവിടെ ആ ഒരു അടിമാലി ഡിവിഷനിൽ ഭരണം തിരിച്ചു പിടിക്കാമെന്ന ഒരു പ്രതീക്ഷയിലാണ് LDF ഉള്ളത്. വെള്ളത്തുവൽ ഡിവിഷൻ ഒരു പുതിയ ഡിവിഷനാണ്. അവിടേക്ക് നടക്കുന്നത് പ്രാഥമികമായുള്ള ഒരു പ്രഥമ തിരഞ്ഞെടുപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെയുള്ളത് ദേവികുളവും മൂന്നാറുമാണ് അടുത്ത ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ. ഈ 2 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ നിലവിൽ LDFൻ്റെ സിറ്റിംഗ് ഡിവിഷനുകളാണ്. ഇവിടെ ഭരണം തിരിച്ചു പിടിക്കാമെന്ന ഒരു പ്രതീക്ഷ UDFും വെച്ച് പുലർത്തുന്നു. ബ്ലോക്ക് പഞ്ചായത്തുകൾ പരിശോധിച്ചാൽ ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് നിലവിൽ LDF ഭരിക്കുന്ന ഒരു ബ്ലോക്ക് പഞ്ചായത്താണ്. അവിടെ ഭരണം തിരിച്ചു പിടിക്കാനുള്ള പ്രചാരണം നടത്തി എന്ന ഒരു അവകാശവാദമാണ് UDF മുമ്പോട്ട് വയ്ക്കുന്നത്. അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് നിലവിൽ UDFൻ്റെ ഒരു സിറ്റിംഗ് ബ്ലോക്ക് പഞ്ചായത്താണ്. അവിടെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്നത് UDF ആണ്. അവിടെ LDF ഭരണം തിരിച്ചു പിടിക്കാമെന്നൊരു പ്രതീക്ഷ ഈ LDFും മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. പഞ്ചായത്തുകൾ പരിശോധിച്ചാൽ പള്ളിവാസൽ പഞ്ചായത്ത് LDF ആണ്, വെള്ളത്തൂവൽ പഞ്ചായത്ത് LDF, അടിമാലി പഞ്ചായത്ത്, മൂന്നാർ പഞ്ചായത്ത്, ഈ പഞ്ചായത്തുകളൊക്കെ UDF ഭരിക്കുന്ന പഞ്ചായത്തുകളാണ്. അങ്ങനെ 10 പഞ്ചായത്തുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയാണ് ഈ ഇടത് വലത് മുന്നണികൾ ഭരിക്കുന്ന പഞ്ചായത്തുകളാണ് 10 പഞ്ചായത്തുകളും. ഈ NDAക്ക് പ്രതീക്ഷയുള്ള ഒരു പഞ്ചായത്തുകൾ എന്ന് പറയുന്നത് ഇടമലക്കുടി പഞ്ചായത്തും അതുപോലെ വട്ടവട പഞ്ചായത്തുമാണ്. കഴിഞ്ഞ തവണയൊക്കെ ആ മേഖലകളിൽ ഈ പഞ്ചായത്തുകളിൽ NDAയുടെ മെമ്പർമാർ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇത്തവണ കൂടുതൽ വോട്ടുറപ്പിച്ച് കൂടുതൽ മെമ്പർമാരെ വിജയിപ്പിച്ചെടുത്ത് ഈ പഞ്ചായത്തുകളിൽ ഭരണം പിടിക്കാമെന്നൊരു പ്രതീക്ഷ NDA മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. അത്തരത്തിൽ നോക്കുമ്പോൾ NDAക്കും UDFനും LDFനും ഒരേപോലെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു മണ്ഡലമാണ് ഈ ദേവികുളം നിയോജക മണ്ഡലം. അതുപോലെ തന്നെ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം, വിദൂര ആദിവാസി ഇടങ്ങളായ ഇടമലക്കുടിയും അതുപോലെ കുറത്തിക്കുടിയും അടങ്ങുന്ന ഒരു പ്രദേശം കൂടിയാണ് ദേവികുളം നിയോജക മണ്ഡലം. ഇന്നലെ രാവിലെ തന്നെയാണ് അവിടേക്ക് പോലീസ് സാമഗ്രികളൊക്കെ എത്തിച്ചിരുന്നു. അവിടെയും സുഗമമായി തന്നെ ഈ വോട്ടിംഗ് പുരോഗമിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടേക്ക് എത്തുന്ന എന്തെങ്കിലും തരത്തിലുള്ള നെറ്റ്വർക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ അത് പരിഹരിക്കാൻ വേണ്ട വയർലെസ് സംവിധാനമൊക്കെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇന്നലെ ഏർപ്പെടുത്തി നൽകിയിരുന്നു. ഈ ഇടമലക്കുടിയിലൊക്കെ വനം വകുപ്പിൻ്റെയും അതുപോലെ റോഡ് ഓഫീസർമാരെയൊക്കെ സേവനമൊക്കെ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് പോളിംഗ് അവസാനിക്കുന്ന ഈ 6 മണിക്ക് ശേഷവും ചിലപ്പം കുറച്ചുകൂടിയൊക്കെ സമയം മുമ്പോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം പകൽ സമയത്ത് നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയ വോട്ടർമാരുടെ എണ്ണം കുറവായിരുന്നു. ഇപ്പോൾ ഈ വൈകുന്നേരത്തോട് അടുക്കുന്ന സമയത്താണ് പല പോളിംഗ് ബൂത്തുകളിലും വോട്ടർമാരുടെ എണ്ണം വലിയ രീതിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 6 മണിക്ക് ശേഷം ഒരു അല്പം കൂടിയൊക്കെ മുമ്പോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ശേഷം
ഈ പോളിംഗ് സാമഗ്രികൾ അല്ലെങ്കിൽ വോട്ടിംഗ് മെഷീനുകൾ തിരികെ ഈ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ദേവികുളം ബ്ലോക്കിന് കീഴിലുള്ള വോട്ടിംഗ് മെഷീനുകൾ തിരികെ മൂന്നാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് എത്തിക്കണം. അതുപോലെ അടിമാലി ബ്ലോക്കിന് കീഴിലുള്ള പഞ്ചായത്തുകളിലെ വോട്ടിംഗ് മെഷീനുകൾ അടിമാലി സർക്കാർ ഹൈസ്കൂളിലേക്കാണ് എത്തിക്കേണ്ടത്. അതിനുള്ള പ്രവർത്തനങ്ങൾ നടക്കേണ്ടതുണ്ട്. ഈ ഇടമലക്കുടിയും അതുപോലെ കുർത്തിക്കുടിയും അവിടെ നിന്നുള്ള വോട്ടിംഗ് മെഷീനുകളിലേക്ക് ഒരുപക്ഷെ ഏറ്റവും അവസാനം എത്താനുള്ള സാധ്യത എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ വോട്ടിംഗ് അവസാനിക്കാൻ ഒരു 2 മണിക്കൂർ സമയം അവശേഷിക്കെ സമ്മതിദായകർ ഇപ്പോൾ ഏറ്റവും ആവശ്യത്തോടു കൂടി വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി എത്തുന്ന ഒരു കാഴ്ചയാണ് ദേവികുളം മണ്ഡലത്തിലെ വിവിധ പോളിംഗ് സ്റ്റേഷനുകളിൽ കാണാൻ കഴിയുന്നത്.